ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ FC ബാഴ്സലോണക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 1-2 ഗോളുകൾക്കാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് അവരെ പരാജയപ്പെടുത്തിയത്. ബാഴ്സയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് ബാഴ്സ തന്നെയാണ്. മത്സരത്തിന്റെ 30ാമത്തെ മിനിറ്റിലാണ് പെഡ്രിയുടെ ഒരു കിടിലൻ ഗോൾ പിറന്നത്. എന്നാൽ 60ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോ ഡി പോൾ തിരിച്ചടിച്ചു. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ സൊർലോത്ത് മൊളീനയുടെ ഒരു അസിസ്റ്റിൽ നിന്നും ഗോൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് FC ബാഴ്സലോണ തന്നെയാണ്. ഒരുപാട് ഗോളവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ നേരം പന്ത് കൈവശം വെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗോളുകൾ പ്രതീക്ഷിക്കപ്പെട്ടത് ബാഴ്സയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. പക്ഷേ വിജയം അല്ലെങ്കിൽ റിസൾട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന് അനുകൂലമാവുകയായിരുന്നു. ഏതായാലും ഇതേക്കുറിച്ച് ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മികച്ച പ്രകടനമാണ് ബാഴ്സ നടത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിൻ്റെ കാര്യത്തിൽ താൻ ഹാപ്പിയാണെന്നും ഫ്ലിക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ അസാധാരണമായ ഒരു മത്സരമാണ് കളിച്ചത്. എൻ്റെ താരങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു. റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ അസ്വസ്ഥനാണ്. തങ്ങളുടെ അവസരങ്ങൾക്ക് വേണ്ടി അത്ലറ്റിക്കോ മാഡ്രിഡ് കാത്തുനിന്നു. അതവർ മുതലെടുക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല. അത് നിരാശപ്പെടുത്തുന്നതാണ്. പക്ഷേ മത്സരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇതാണ് ബാഴ്സയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാഴ്സ മികച്ച പ്രകടനം നടത്തിയത് കൊണ്ട് താൻ ഹാപ്പിയാണ് എന്നാണ് ഈ ഒരു പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ വിജയത്തോടു കൂടി അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ട്. 18 മത്സരങ്ങളിൽ നിന്ന് 41 പോയിന്റ് സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാഴ്സലോണ 2ാം സ്ഥാനത്താണ്. 19 മത്സരങ്ങളിൽ നിന്ന് 38 പോയിന്റാണ് അവർക്കുള്ളത്. 17 മത്സരങ്ങൾ മാത്രം കളിച്ച റയൽ മാഡ്രിഡ് 37 പോയിന്റുമായി ഇപ്പോൾ 3ാം സ്ഥാനത്താണ് ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.